നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെതിരെ വീണ്ടും വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് വിവാദ നായകൻ ഷാജ് കിരൺ. ADGP അജിത് കുമാർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നാണ് ഷാജ് കിരൺ പറയുന്നത്. ഷാജ് കിരൺ നിരവധി തവണ ADGPയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഇന്ന് പുറത്തു വന്നു. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA വെളിപ്പെടുത്തലുകൾ നടത്തിയതിൽ അന്വേഷണം തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം പൊതുവേദി ഉയർത്തുന്നത്. അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്ന് കരുതാനാകുമോ എന്ന ചോദ്യമാണ് പൊതുവേദി ഉന്നയിക്കുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, ഈ അജിത് കുമാറിന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? നമസ്കാരം സാറേ. നമസ്കാരം. അങ്ങനെ തോന്നല് സാറിനുണ്ടാകാൻ കാരണം എന്താ? ഈ സർക്കാർ സംരക്ഷിക്കുന്നു എന്നുള്ള തോന്നലുണ്ടോ? തെറ്റ് ചെയ്യണവരെ ശിക്ഷിക്കും. അല്ലെ, ഞാൻ ആ തോന്നൽ ഉണ്ടാകാൻ എനിക്കൊരു ചെറിയ സംശയത്തിന്റെ ഒരു കാരണം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ഈ ഷാജ് കിരണുമായി ഇദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നു. ഷാജ് കിരണാണ് സ്വപ്നയെ സമീപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്ന തരത്തിൽ. അപ്പോൾ ADGP അജിത് കുമാറുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് ഷാജ് കിരൺ പറഞ്ഞിരുന്നു. ആ ഷാജ് കിരൺ അന്നത്തെ ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ADGP അജിത് കുമാറിനെ 4 മാസം സസ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം തിരിച്ചെത്തുന്നത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP ആയാണ്. എങ്ങനെയാണ് അത് സാധ്യമായത് എന്നാണ് എൻ്റെ ഒരു സംശയം. സ്വാഭാവികമായും ഇദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു, രാഷ്ട്രീയ പ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു. അതിനൊക്കെ പോലീസിൽ അതിൻ്റെതായ സംവിധാനമുണ്ട്, അതിനൊരു ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു സൂപ്പർ DGP ആയി വിലസുകയായിരുന്നു അജിത് കുമാർ എന്ന് പറയുന്നത് ഞാനല്ല, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA ആണ്. സാറേ പറഞ്ഞതെല്ലാം ശരിയാണ്, സാറ് പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ അദ്ദേഹത്തെ തിരിച്ചെടുത്തിൽ അത് അതിൻ്റെതായിട്ടുള്ള നിയമവ്യവസ്ഥ ആ സമയത്ത് ഭരണകൂടം നോക്കിയിട്ടുണ്ടാവും. അത് ഇയാൾ തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ഇപ്പൊ അൻവറും MLA പറയുന്നുണ്ട്. അതും ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇനി അന്വേഷിക്കേണ്ട ചുമതല സർക്കാരിനാണ്. അത് സർക്കാർ അന്വേഷിച്ച് ഇനി വേണ്ടത് ഇനിയും ചെയ്യും. അല്ലാതെ തെറ്റ് ചെയ്ത ഒരാളെ ഈ സർക്കാർ സംരക്ഷിക്കുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊന്നാര സാറേ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ ഡേവിഡ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡേവിഡ്, ഈ അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കി സർക്കാരിൻ്റെ പ്രധാനപ്പെട്ടയാളാക്കി പോലീസിൻ്റെ തലപ്പത്ത് ഒരു സൂപ്പർ DGP ആയി അവരോധിച്ചത് ആരാണ്? മനു സാർ, യോദ്ധ എന്ന് പറഞ്ഞ ഫിലിം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആ യോദ്ധയിലൊരു അവസാനം അവിടെ ജ്യോതിഷം വെച്ചപ്പോ എന്തോ നേപ്പാളിൽ പറയുന്നില്ലേ, ഇങ്ങോട്ട് സഖ്യൻ കടന്നിട്ട് ഒരാളെ രക്ഷയ്ക്കായിട്ട് വരുമെന്നും പറഞ്ഞോണ്ട് കൊച്ചിനെ രക്ഷപ്പെടുത്താനായിട്ട്. അതേപോലെ ആ കൊച്ചാകുന്ന കേരളത്തെ രക്ഷപ്പെടുത്താനായിട്ട് നിലമ്പൂർ അവിടെ മലയുള്ള പ്രദേശമാണല്ലോ, അതും കടന്നുകൊണ്ട് അൻപർന്ന് പറഞ്ഞൊരാൾ വന്നിരിക്കുകയാണ് അവിടെ കിടന്നിട്ട്. പക്ഷെ ആ യോദ്ധയുടെ അവസാനം പര്യവസാനം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കേരളം രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? കേരളം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? കുറവാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻവർ ഒറ്റയാൾപ്പെട്ട ആളാണ്. കുറച്ചുപേരൊക്കെ അല്ലെങ്കിൽ ഇത് എന്നേ ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ പുറത്തു വന്നു. ADGP അജിത് കുമാറിനെതിരെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. സ്വപ്ന വിളിച്ചു പറഞ്ഞു, എന്നിട്ട് ഒന്നും ആയിട്ടില്ല. അവസാനം യോദ്ധായില് മറ്റേ മോഹൻലാൽ അവിടെ എത്തിപ്പെടുന്ന കൂട്ട് ആ കഥാപാത്രത്തിന്റെ പേര് മറന്നുപോയി. അവിടെ എത്തുന്ന കൂട്ട് അൻവർ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ അടിയും തടയൊക്കെ നടത്തി എന്തെങ്കിലും ആ കേരളമായി രക്ഷപ്പെടുത്തിയാൽ കൊള്ളാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അശോകനാണോ വരുന്നത്, അപ്പുക്കുട്ടനാണോ വരുന്നത് റിംബോച്ചിയെ രക്ഷിക്കാൻ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും വളരെ നന്ദി. ഇബ്രാഹിം എന്നൊരു പ്രേക്ഷകൻ നമുക്ക് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അദ്ദേഹം ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. ഇബ്രാഹിം നെടുവാഞ്ചേരി. ഇബ്രാഹിമിന് എനിക്കൊന്ന് ടെലിഫോണിൽ വിളിച്ച് കിട്ടിക്കാണില്ല. ഏതായാലും സർക്കാർ ADGPയെ സംരക്ഷിക്കില്ല എന്നാണ് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഇതിൽ യൂട്യൂബിൽ വ്യക്തമാക്കുന്നത്.
മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ദാസൻ. ശ്രീദാസന് എന്തു തോന്നുന്നു? ഈ പോലീസ് സേനയിൽ കളങ്കമറ്റ ആളുകൾ ഉണ്ടാകണം. പോലീസ് നമ്മുടെ നാടിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരു സേനയിൽ ഇതുപോലെ ഒരാൾ നയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ? ഇപ്പോ കേരളത്തില് ഐക്യ കേരളം രൂപീകരണത്തിന് ശേഷം 23 മന്ത്രിസഭ ഉണ്ടായിട്ടുണ്ട്, 12 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഇത്ര ആൾക്കാരെ കൊടുത്ത് ഇതുപോലത്തെ ഒരു മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെന്റും എന്റെ ഓർമ്മയുണ്ടായിട്ടില്ല. എല്ലാ തരത്തിലും പണക്കാരൻ എന്ത് ചെയ്യുന്നു? ഇതിപ്പോ നിങ്ങൾ നോക്കോ, ഇത് നടപടി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, അൻവർ ഉള്ളിൽ പോകും. അൻവറിന്റെ പേരില് വാട്ടർ തീം പാർക്ക് മറ്റേ എന്തൊക്കെ ഒരു 100 കണക്ക് കേസ് അൻവറിന്റെ പേരിലുണ്ട്. അൻവർ ഇത് പറയേണ്ടെങ്കില് അൻവർ നോക്കോ അധികം താമസിയാതെ അൻവർ ഉള്ളിൽ പോകും. അൻവർ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്ക്, ഈ നാട്ടിലെ അഡ്വക്കേറ്റ് ജയശങ്കർ മുതല് നമ്മളെ പിന്നെ റിട്ടയർഡ് ജഡ്ജി കമാൽ പാഷ മുതല് നമ്മുടെ വിനോദ് ജോൺ മുതല് നമ്മുടെ ഷാദംസ്കാരി മുതല് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന നമ്മളെ ആ കാർശ്ശേരി മാഷ് പോലും ഇയാളെ ഗുണ്ടകൾ ആക്രമിച്ചില്ല. ഇയാള് ശരിക്ക് ആദ്യം ജയിലിൽ പോകുന്ന അൻവറാണ്. ഇപ്പം പുള്ളി പറയുന്നത് ഞാൻ ആഫ്രിക്കയിലല്ല പോയി ബൊളീവിയൻ കാർഡില് ഗർല പ്രവർത്തനം പഠിക്കാൻ പോയാണ് ഞാൻ വിപ്ലവം നടത്തുന്ന പറയുന്നത്. ഇയാൾ എങ്ങനെ സഖാവായി? ഇയാളെ എന്ത് വകയെ സഖാവെന്ന് വിളിക്കണം? ഇയാളെ കമ്മ്യൂണിസ്റ്റില് ഇയാൾ എങ്ങനെ സഖാവെന്ന് വിളിക്കും? അതുകൊണ്ട് ഇയാളെ ഉള്ളിപ്പാണ് ഞാൻ പറയുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സ്കറിയ ചെറുപുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സ്കറിയയ്ക്ക് എന്തു തോന്നുന്നു? ഈ വിവാദങ്ങളിൽ ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് മൊത്തം കേരളത്തിലെ ആളുകൾ എന്ന് തോന്നുന്നുണ്ട്. അൻവറിനെ വിശ്വാസത്തിലെടുക്കണോ, അതോ അജിത് കുമാറിനെ വിശ്വാസത്തിലെടുക്കണോ, അതോ ഷാജ് കിരണിനെ വിശ്വാസത്തിലെടുക്കണോ, സ്വപ്നയെ വിശ്വസിക്കണോ, അതോ സുജിത് ദാസിനെ വിശ്വസിക്കണോ? ഇതിൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക? നമുക്ക് ആരെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ കള്ളന് കഞ്ഞി വെച്ചവന്മാരാ ഇവരല്ല. അൻവർ ഒരു MLA ആണ്. നമ്മുടെ നികുതിപ്പണം കൊണ്ട് പുള്ളിക്ക് നമ്മൾ പറയുന്നതിനേക്കാളും കാര്യങ്ങൾ ആദ്യം പറയാമായിരുന്നു. അല്ലാതെ ഇപ്പോഴല്ല പറയണ്ടേ. പുള്ളിക്ക് കക്കാടംപൊയിലെ പാർക്ക് പൊളിക്കണമെന്ന് പറഞ്ഞ് കോടതി വിധിയുള്ളതാണ്. പുള്ളി അത് നടത്തിയിട്ടില്ല. പിന്നെ അജിത് കുമാർ, ഇവിടുത്തെ പോലീസിന് നമ്മളെ ചെറുപ്പകാലം പഠിപ്പിച്ചിരിക്കുന്നത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന്. ഇവരാരെങ്കിലും ഒരു പാവപ്പെട്ടവന് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നുണ്ടോ? നമ്മളൊരു ആവശ്യമായിട്ട് അതിന് പ്രശ്നമായിട്ട് ചെന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പിടിപ്പിക്കുന്നു. പിന്നെ ഇന്നൊരു സ്ത്രീ പോലീസുകാർക്കെതിരെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് അതിനകത്ത് കൂടാലോചന ഉണ്ടെന്നുള്ളത് കാണുന്നവർക്കെല്ലാം മനസ്സിലാകും. ഈ സ്ത്രീ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? അപ്പൊ അൻവറാണ് ഇവിടുത്തെ പോലീസ്. ഞാൻ അൻവറിനെ ഇന്നലെ കണ്ട ശേഷം മാത്രമാണ് അവർക്കെതിരെ കേസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു ഭരണമില്ല, അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലീസ് സംവിധാനം തികച്ചും മാറ്റേണ്ട സമയം കഴിഞ്ഞു. കുറ്റം ചെയ്തവരെ 2 മാസം അല്ലെങ്കിൽ 3 മാസം നിന്നാൽ പിന്നെ അവരെ വലിയ അധികാരത്തോടുകൂടി വീണ്ടും സർക്കാർ കയറ്റും. അപ്പൊ സംരക്ഷിക്കാൻ ആളുണ്ട് എന്ന് മനസ്സിലാകുന്നതിന്റെ പേരിൽ മാത്രമാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അൻവർ MLA ആണ്, കള്ളന് കഞ്ഞി വെച്ചവനാണ്. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. ശിവജി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ ശിവജി, ഇത് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ആളുകളുടെ എല്ലാം ഫോൺ ചോർത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ അതിനൊരു സംവിധാനമുണ്ടായിട്ടും അതിനപ്പുറത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നു. MLA ചിലരുടെ ഫോൺ ചോർത്തുന്നു. ഇൻ്റലിജൻസ് വിഭാഗത്തിന് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ADGP പറയുന്നു തന്നെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച IG-യും DIG-യൊന്നും ഇനി തനിക്കത് മുന്നിൽ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ലെന്ന്. ഒരു SP ഇന്ന് പിന്നെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനെ പറ്റി ചില കഥകളൊക്കെ പുറത്തു വരുന്നു. ഇതിൽ നിന്നൊക്കെ ഈ നാടിൻ്റെ ആഭ്യന്തര സംവിധാനം കുത്തഴിഞ്ഞു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മനുസാർ കല്യാണം കഴിച്ച ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളുണ്ടെന്ന് വിചാരിക്കുന്നു. മനുസാറിന്റെ കുടുംബത്തിന്റെ നാഥൻ ഒരുപക്ഷെ അച്ഛനുണ്ടെങ്കിൽ പോലും ഇപ്പൊ മനുസാറായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ നാഥൻ കുഴപ്പത്തിലായ എല്ലാം കുഴപ്പം. ഒരു കുടുംബത്തിന്റെ അച്ചുതണ്ടാണ് ആ കുടുംബനാഥൻ. നാഥനായിക്കോട്ടെ നാഥനായിക്കോട്ടെ. നീ സ്ത്രീകളെ കുറച്ച് പറഞ്ഞൊന്നും പറയരുത്. അല്ല, എന്റെ വീട്ടിലെ പ്രധാന കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്റെ ഭാര്യയാണ്. അത് തുറന്നു പറയാൻ എനിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോ ആ രീതിയിൽ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സാറ് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കും. ഇവിടെ എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ മുഖ്യമന്ത്രിയുടെ മുഖം TV-യിൽ കാണിക്കരുതെന്ന് വരെ താങ്കളോട് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരാളാണ്. ഇയാളൊരു കാലനാണ്. ഈ വ്യക്തിയാണ് ഈ കുഴപ്പത്തിലല്ല. ഒരു ഭരണകർത്താവ് അയാളുടെ എന്ത് ഭരണത്തിൽ നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിക്കാതെ പോകുന്നുവോ അപ്പോൾ ആ നാട് നശിക്കും. അതാണ് ഞാൻ വീടിന്റെ ഉദാഹരണം ആദ്യം പറയാൻ കാരണം. നമുക്ക് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് വീട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി.
അതോടൊപ്പം തന്നെ ഇങ്ങേര് ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ്. എനിക്ക് തോന്നുന്നത് പണ്ട് പോലീസുകാർ തല്ലി ഇയാൾ നിയമസഭയിൽ വന്നു എന്നൊക്കെ പറഞ്ഞു ചോര ഒലിപ്പിച്ച് അന്നത്തെ വൈരാഗ്യമാണോ ഇത് തീർക്കണമെന്ന് എനിക്കറിയത്തില്ല. അതോ ബുദ്ധിയില്ലായ്മ കൊണ്ടാണോ, പണത്തിനോടുള്ള ആർത്തി കൊണ്ടാണോ എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും വീണ്ടും ഈ കേരള ജനതയോട് പറയുന്നു, പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തി മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തം അല്ലേ പറയണേ, ആ വ്യക്തി ഈ നാട് നശിപ്പിക്കും. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ വ്യക്തമാണ് ശിവജി താങ്കളുടെ അഭിപ്രായം. സുധീഷ് എന്നൊരു പ്രേക്ഷകൻ നമുക്കൊരു സന്ദേശം അയച്ചിരിക്കുന്നു. ന്യൂസ് ചാനലുകൾ തമ്മിലുള്ളൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്, അതാണ് നാട് നശിപ്പിക്കുന്നത് എന്നാണ് പ്രിയ സുഹൃത്ത് സുധീഷിൻ്റെ കണ്ടെത്തൽ. അല്ലാതെ ADGP ചോർത്തുന്നതും അതുപോലെ MLA അത് വിളിച്ചു പറയുന്നതും സ്ത്രീ വന്ന് SP തന്നെ കൊണ്ടുപോയെന്നും ലൈംഗികമായി ദുരുപയോഗം ചെയ്തുവെന്ന് വെളിപ്പെടുത്തുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല, മാധ്യമങ്ങളാണ് പ്രശ്നക്കാർ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശ്രീ സുധീഷിൻ്റെ കണ്ടെത്തൽ എങ്ങനെയാണ് ന്യായീകരിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇതുപോലൊരു നാട്ടിൽ ഇനി മാധ്യമങ്ങൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഞാൻ ആശ്ചര്യപ്പെടുന്നത്. തുക്കി എന്നൊരു പ്രേക്ഷകൻ കൂടി നമ്മുടെ ഈ പൊതുവേദിയുടെ യൂട്യൂബ് ലിങ്കിൽ എത്തിയിട്ടുണ്ട്. ആ തുക്കിക്ക് പ്രശ്നം അദ്ദേഹത്തിന് ഈ ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. ടാറ്റ സ്കൈയിൽ ആണ് തുക്കി ഇത് കാണുന്നത്, പക്ഷേ എന്തോ ദൃശ്യങ്ങളിൽ പ്രശ്നമുണ്ട് എന്ന് തുക്കി പറയുകയും ചെയ്യുന്നു. അത് നമുക്ക് പരിഹരിക്കാം, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അനിയൻകുട്ടൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനിയൻകുട്ടൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ട. ശ്രീ അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്നാണ് വിളിക്കുന്നത്. പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എനിക്കറിയാം. തിരക്കല്ലേ, കിട്ടുന്നില്ല. അപ്പോൾ സന്ദേശം അയക്കാം, യൂട്യൂബിൽ മെസ്സേജ് അയക്കാം, അങ്ങനെയൊക്കെ പലതരത്തിലേക്ക് ഇൻട്രാക്ട് ചെയ്യാം. ചിലപ്പോൾ ഈ ഫോണിൻ്റെയൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. ശ്രീ അനിയൻകുട്ടർ എന്ത് തോന്നുന്നു? ഈ അന്വേഷണം കൃത്യമായി നീങ്ങും എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താ സാറേ, എന്തോ പറയാനും നമ്മുടെ നാട്ടില് ആകെപ്പാടെ അവിയലാണെ നമുക്കത് കഴിക്കാവുന്നതിനും പറയാം. ഇത് അവിയലാണോ സാമ്പാറാണോ പുളിശ്ശേരിയാണോ? ഇതൊരു പുളിശ്ശേരി തന്നെയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ 2016 മുതൽ അദ്ദേഹം എല്ലാവരും ബഹുമാനിക്കും, എല്ലാ രാജ്യക്കാരും ബഹുമാനിക്കുന്ന ഒരു നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ വലിയ അഭിമാനമുള്ള ഈ നാട്ടില് സ്ത്രീകൾ ഇപ്പം കിടന്ന് അനുഭവിക്കുന്നുണ്ട്, കുട്ടികൾ കിടന്ന് അനുഭവിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇതൊന്നും കാണാതെ കുറെ പോലീസുകാരെ സൈഡ് കൂട്ടിക്കൊണ്ട്, ആ പാർട്ടിപ്പെട്ട കുറെ പോലീസുകാരെ സൈഡിൽ കൂട്ടിക്കൊണ്ട് കള്ളക്കടത്തും അഴിമതിയും ടൈപ്പ് വിഷയനും ഫോണും മറ്റേ ഫോണും മറിച്ചേ ഫോണും ഇപ്പം ഇതേ വന്ന് കിടക്കുന്നു. അൻവർ, ഇത് എനിക്ക് തോന്നുന്നു സാറേ, ഇത് അൻവറിനെ വിട്ടൊരു കളിയായത്. എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഇത് 2ാം വാർക്കോഴ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു വാർക്കോഴ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞില്ല. അതെന്ത് ചെയ്യും? അതൊക്കെ കോടിക്കണക്കിന് രൂപ മേടിച്ചുകൊണ്ട് ആ സ്വന്തം മാറിപ്പെട്ടവനെ തന്നെ കൊണ്ടൊരു മൊത്തത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ വ്യക്തമാണ്. ഹംഷാദ് എന്ന ഒരു പ്രേക്ഷകൻ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. കാരണം നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞത് ചാനലുകളുടെ മത്സരം നടക്കുന്നു എന്നായിരുന്നു ആരോപണം. ഏതായാലും ഹംഷാദ് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ സധൈര്യമായി മുന്നോട്ട് പോകണം എന്ന് ഹംഷാദ് പറയുകയും ചെയ്യുന്നു. ഇത്തരം വാർത്തകൾ നൽകാതിരിക്കാനാകില്ല എന്ന കാര്യം ഹംഷാദ് വ്യക്തമാക്കുന്നു എന്നാണ് ഈ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ നിജുത എന്നൊരു പ്രേക്ഷകയും കൂടി നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അതെല്ലാം ഇതിന് ഈ പരിപാടിക്ക് അവരുടെ പിന്തുണ അറിയിക്കുന്നതിന് തുല്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. മനോജ് എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് അല്ലേ മനോജ്? ഹലോ, ശ്രീ മനോജിന് കേൾക്കാമോ? കേൾക്കാം സാറേ. ശ്രീ മനോജിന് എന്ത് തോന്നുന്നു? ഈ പോലീസ് സേനയ്ക്ക് ഇനി മുഖം മിനുക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കേണ്ടി വരും? സാറേ, ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ഇതിനകത്ത് വിളിക്കണമെന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു ഈ പരിപാടികളൊക്കെ കണ്ടിട്ട്. പക്ഷെ വിളിക്കാൻ തോന്നിയില്ല. നമ്മുടെ നാടിന് ഇതുപോലെ ഒരു മോശപ്പെട്ട ഒരു കാലഘട്ടം നമ്മുടെ എനിക്കൊരു 50 വയസ്സായ ആളാണ്. നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇതുപോലെ. നമ്മൾ പുറത്തെ രാജ്യങ്ങളിൽ മുഴുവൻ ഇത് കാണുക കേൾക്കുക എന്ന് ഒരു മനുഷ്യനും ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുന്നത്. വിഷമമാണ്. ഏതായാലും ഇങ്ങനെ എല്ലാറ്റിലും നമ്പർ 1. അതെ, അല്ല, മാധ്യമങ്ങൾ ഇതുപോലെ കൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ് പൊതുജനങ്ങൾ ഇത് അറിയുന്നത്. അല്ല, ഇതെല്ലാം മൂടിക്ക് വെച്ച് പോവുകയാണ്. ഞാൻ
എല്ലാ രീതിയിലും നാടിനോട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തിട്ട് സങ്കടം കൊണ്ട് വിളിച്ചതാ. വളരെ വ്യക്തമാണ് താങ്കളുടെ വിളിക്കാൻ തോന്നുന്നില്ല. കാരണം ഇത് പലരുടെയും ഇപ്പൊ പ്രശ്നം, ഇത് മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു, അവർക്ക് TRP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവരെ കൂടുതൽ ആളുകൾ കാണുന്നു, അങ്ങനെ കൂടുതൽ ആളുകൾ കാണുമ്പോഴാണല്ലോ ബാർക്ക് റേറ്റിംഗ് വർദ്ധിക്കുന്നത്. അതാണ് അവരുടെ ആശങ്ക. അങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തേക്ക് അറിയുന്നു, അങ്ങനെ മഹാരഥന്മാരും വലിയ പ്രതിഭാശാലികളുമായുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പലരും അത് പിന്നെ വളരെ വിഷമത്തോടു കൂടിയാണ് മാധ്യമങ്ങളെ നോക്കിക്കാണുന്നത്. ഈ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ട്. ഹസൻ കോയ എന്നൊരു പ്രേക്ഷകൻ അദ്ദേഹത്തിൻ്റെ പിന്തുണ നമ്മുടെ പരിപാടിക്ക് യൂട്യൂബിലൂടെ അറിയിച്ചിട്ടുണ്ട്. വൈശാഖ് ഷാജി എന്ന ഒരു പ്രേക്ഷകൻ, അദ്ദേഹം കേരള പോലീസിനെ കുറ്റം പറയുന്നപ്പോൾ UP പോലീസ് വന്നാൽ ശരിയാകും എന്നാണ് വൈശാഖ് ഷാജി പറയുന്നത്. UP പോലീസ് വന്നാൽ ശരിയാകുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും UPയിലെ സാഹചര്യങ്ങളും അത്ര മെച്ചമാണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട്. ശാന്തി എന്നൊരു പ്രേക്ഷക പൊതുവേദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്നു. ഹസൻ കോയ എന്നൊരു പ്രേക്ഷകനും പൊതുവേദിയുടെ ഈ യൂട്യൂബ് ലിങ്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ഒരു ചെറിയ ഇടവേളയെടുത്ത് പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. മുട്ടിൽ പൊതുവേദി തുടരുകയാണ്. ഷാജി KM എന്നൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ പൊതുവേദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സന്ദേശം അയച്ചിട്ടുണ്ട്. ഷാജി പൊതുവേദി കാണുന്നു എന്നതിൽ സന്തോഷം. അക്ഷർ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് ആലുവയിൽ നിന്നാണ്, അല്ലേ? അക്ഷർ ഓക്കെ. എനിക്ക് തെറ്റുപറ്റിയതാണ്, ദയവായി ക്ഷമിക്കണം. അക്ഷറിന് എന്ത് തോന്നുന്നു? ഈ അന്വേഷണം ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അത് ഈ ഉദ്യോഗസ്ഥനെ അനുകൂലിക്കുന്നതായിരിക്കുമോ ADGP? എന്താണ് തോന്നുന്നത്? ഇതിലെല്ലാം കാരണമുണ്ടല്ലോ, മുഖ്യമന്ത്രി ഒരൊരാളാണ്. മൊത്തം താറുമാറായി കിടക്കുകയാണ്. ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും താറുമാറായി കിടക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെക്കാതെ ഈ കേരളത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? വളരെ വ്യക്തമാണ്. ചോദ്യം ചെയ്യുന്നവരെ തല്ലിച്ചതക്കുകയാണ് മുഖ്യമന്ത്രി. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മാത്യു എന്നൊരു പ്രേക്ഷകൻ മുംബൈയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രസന്ന മേനോൻ എന്നൊരു പ്രേക്ഷക നമുക്കൊപ്പം യൂട്യൂബിൽ അവരൊരു സന്ദേശം അയച്ചിരിക്കുന്നു. മാഫിയയും PVയും മാസപ്പടിയും PVയും തമ്മിലുള്ള തർക്കത്തിൽ നമ്മൾ ഇടപെടണോ എന്നാണ് ഈ പ്രസന്ന ചോദിച്ചിരിക്കുന്നത്. ഏതായാലും തർക്കങ്ങളിൽ നമ്മളും ഇടപെടേണ്ടതുണ്ട്. കാരണം ഈ നാട് നമ്മുടേത് കൂടിയാണ്. നമ്മളത് ഭാവി തലമുറയ്ക്ക് സംരക്ഷിച്ചു വെക്കേണ്ട ഒരു നാട് കൂടിയാണ്. നമുക്ക് ഇനിയും ഈ നാട്ടിൽ ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് പ്രസന്ന മേനോൻ, നമ്മൾ അനീതികൾ കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ട കാര്യമില്ല. മാഫിയും PVയും ഏറ്റുമുട്ടിയാലും PVയും മാസപ്പടിയും ഏറ്റുമുട്ടിയാലും ഒക്കെ അതെന്താണെന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനുമുണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മാത്യു മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതെ, ഞാൻ മുംബൈയിലിരുന്ന് പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ശ്രീ മാത്യു, അവിടുത്തെ ഈ മലയാളികളൊക്കെ കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് അവർക്ക് ഇത് പറയാനുള്ളത് ഇതേപറ്റിയൊക്കെ? നമുക്ക് കേരളത്തിൽ നടക്കുന്നത് കാര്യങ്ങൾ കാണുമ്പോൾ ബോംബെ ഇരുന്ന് നമ്മൾ തലകുനിച്ചു പോവുകയാണ്. കാരണം നമുക്ക് മനുഷ്യരുടെ മുന്നിൽ, അതായത് ഇവിടുത്തുകാരും ഈ ന്യൂസുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അവര് നമ്മളോട് ചോദിക്കും, നിങ്ങളുടെ നാട്ടിൽ എന്താ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം പറയുന്നത്, ഈ മുഖ്യമന്ത്രിയാണ് ഇവർക്കെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് ആക്ഷേപം, അല്ലേ? ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അന്വേഷിക്കട്ടെ, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? വളരെ വ്യക്തമാണ്. ഏതായാലും മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നു. ഈ മുംബൈയിലൊക്കെ വലിയ അഭിമാനത്തോടു കൂടി നമ്പർ 1 കേരളം എന്ന് പറഞ്ഞു നടന്ന മാത്യുവിനെ പോലുള്ളവർക്ക് ഇപ്പോൾ നാണക്കേടിൻ്റെ കാലഘട്ടമാണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ആഗ്നസ് എന്നൊരു പ്രേക്ഷകൻ കൂടി കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആഗ്നസ്, ഈ ഭരണ സംവിധാനത്തിൻ്റെ പാളിച്ചയാണോ പോലീസിൽ പ്രതിഫലിക്കുന്നത്? നല്ല ഉദ്യോഗസ്ഥർ നമുക്കുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, ഒരിക്കലും അല്ല. ഭരണ സംവിധാനം ഒരു സിസ്റ്റം അല്ലേ. നമ്മളിപ്പോ മന്ത്രിമാര് മാറുന്ന അനുസരിച്ച് മാറുന്നൊന്നുമില്ല ഇവിടെ.
കുറെയൊക്കെ മാറ്റം വന്നത് തന്നെ ഈ ഭരണകാലത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പോലീസ് സേനയിലായാലും എല്ലാം കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എടുത്ത് നോക്കിയാലും എല്ലാം അവരെ മികച്ച പ്രകടനം കണ്ടത് ഈ ഭരണകാലത്തൊക്കെയാ. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് നടന്ന ഒരു കാര്യവും അൻവർ കൊണ്ടുവന്നില്ലേ പുറത്ത്. അപ്പൊ അതൊക്കെ പറയുന്നെന്നും പറഞ്ഞ് ഈ ഭരണത്തെ ആക്ഷേപിച്ച് കളയരുത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ഉദ്യോഗസ്ഥരെതിരെ നടപടി ഉണ്ടാകുമോ ശ്രീമതി ആഗ്നസ്? ഈ ഉദ്യോഗസ്ഥനെ നിലയ്ക്ക് നിർത്താൻ ഈ സർക്കാരിന് കഴിയുമോ? ഉദ്യോഗസ്ഥരെ നമ്മൾ ഈ നടപടി ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അവരെ ജനുവിറ്റി അവര് തെളിയിച്ച് കഴിഞ്ഞിട്ട് തെളിയിക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ഒന്നാമത്തെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അല്ല ശ്രീമതി ആഗ്നസ്, ഞാൻ ഈ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശ്രീമതി ആഗ്നസ് ഇങ്ങോട്ട് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ശ്രീമതി ആഗ്നസ്, ഞാൻ എന്നെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ കണ്ടിട്ടുള്ള മികച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ജേക്കബ് തോമസ്. അദ്ദേഹം ഒടുവിൽ എത്തിയത് അദ്ദേഹം IPS കിട്ടിയ സമയത്ത് അദ്ദേഹം മികച്ച പ്രൊബേഷണറി ആയി അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ അദ്ദേഹം അവസാന ഘട്ടത്തിലായപ്പോഴേക്കും എത്തിയത് ഈ കത്തിയും പച്ചക്കറിക്കരിയുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന ഈ മെറ്റൽസിൻ്റെ തലവനായിട്ടാണ്, മെറ്റൽ ഇൻഡസ്ട്രീസിൻ്റെ തലവനായാണ് പിന്നെ അദ്ദേഹത്തെ നിയമിച്ചത്. അതുപോലെ ഒരു മികച്ച IAS ഉദ്യോഗസ്ഥനായിരുന്നു K. സുരേഷ് കുമാർ. നമ്മുടെ ഈ മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അദ്ദേഹം അവസാനം എത്തിയത് ഈ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ തലവനായിട്ടാണ്. അങ്ങനെ ഈ ഇത്തരം തസ്തികകൾ കൂടി ഉണ്ട് എന്ന് ഇതുപോലെയുള്ള ഈ അജിത് കുമാറിനെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഈ സർക്കാരിന് ആർജവം ഉണ്ടോ ശ്രീ ആഗ്നസ്? തീർച്ചയായും അതിന് നടപടി ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ എല്ലാ ആരോപണങ്ങൾ എല്ലായിടത്തും മാധ്യമങ്ങളെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ വിളിച്ചത്. ഇപ്പൊ എല്ലായിടത്തും മാധ്യമങ്ങൾ 24 hours ഇങ്ങനെ ഇടുന്നത് തന്നെ ഒരു ദോഷം ചെയ്യും. അത് കാരണമെന്ന് വെച്ചാൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവർക്കൊരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ വിളിച്ച് ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയെല്ലാം ചെയ്യുമ്പോൾ അതിനുള്ളൊരു മോട്ടിവേഷനായിട്ട് എനിക്ക് തോന്നുന്നു. ഉള്ളവർ അത് രഹസ്യമാക്കി വെക്കണമെന്നാണോ ശ്രീമതി ആഗ്നസ് പറയുന്നത്? അല്ല, ഒരിക്കലും ഇല്ല. അവർ അപ്പൊ തന്നെ പരാതിപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ തന്നെ പ്രതികരിക്കാനുള്ള ഒരു ചങ്കൂറ്റം സ്ത്രീകൾ കാണിക്കണം. ഇതുപോലെ ഒരു വലിയ SPക്കെതിരെ IPS ഉദ്യോഗസ്ഥനെതിരെ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഇത് തെളിവുകളെല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് വന്നാൽ ഈ പ്രതികളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. അവര് കോടതി കയറി ഇറങ്ങി നടന്ന് അവര് രക്ഷപ്പെട്ടു പോവുക ചെയ്യുന്നത്. അപ്പൊ തന്നെ ആവുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകളും എല്ലാം കൊടുക്കാൻ നമുക്ക് പറ്റും. വ്യക്തമാണ്. ഏതായാലും എനിക്ക് ചെറിയൊരു ഇടവേള ആവശ്യമായതുകൊണ്ടാണ്. ആഗ്നസിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. തോമസ് മാത്യു എഴുതുന്നു, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് കേരളത്തിലെ പോലീസാണ് എന്ന് തോമസ് മാത്യു പറയുന്നു. അതുപോലെ മാത്യു, ആർജവമുള്ള സർക്കാരാണ് സഖാവ് പിണറായി വിജയൻ്റെ സർക്കാർ എന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു ഷാജി എന്നൊരു പ്രേക്ഷകൻ കൂടി യൂട്യൂബിൽ നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്. ചാനലുകളിലെ പ്രോഗ്രാം ഇപ്പോൾ നന്നാകുന്നുണ്ട് എന്നാണ് ഷാജി പറയുന്നത്. ഷാജി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഷാജിക്ക് ഈ അഭിനന്ദനങ്ങൾക്ക് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്. യൂട്യൂബിൽ 2 പ്രതികരണങ്ങൾ കൂടി വന്നിരിക്കുന്നു. സഫിയ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ മാത്യു, ഇന്ത്യയിലെ നമ്പർ 1 കമ്മ്യൂണിസ്റ്റ് കേരളം തന്നെ അതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിൽ മറ്റ് പ്രേക്ഷകർക്ക് മുന്നിലും ചർച്ച ചെയ്തു. ADGP അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതിൽ 83% ആളുകളും സർക്കാരിൻ്റെ സംരക്ഷണം ADGPക്ക് കിട്ടുന്നു എന്നാണ് പറയുന്നത്. അതേസമയം 17% ആളുകൾ സർക്കാർ കൃത്യമായി നടപടി സ്വീകരിക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. മറ്റൊരു വിഷയമായി വീണ്ടും നാളെ കാണാം. പൊതുവേദി സമാപിക്കുന്നു. ആയിരിക്കുന്ന